Watch full episodes on Jio Hotstar. എടാ ബാബാ, ഗിറ്റാർ ബാബാ, സ്റ്റോപ്പ്! ഇല്ലെങ്കിൽ നിന്നെ വെടിവെച്ചിടും ഞാൻ. ഇത് സത്യം സത്യം സത്യം, ഭാരതമാതാവാണ് സത്യം. തേങ്ങകളെ നിക്കവിടെ. ഒരു തവണയെങ്കിലും ഞാൻ പറയുന്നത് അനുസരിക്കുക പ്ലീസ്. എന്താ ചെയ്യണ്ടേ? വേഗം പറഞ്ഞോളൂ. ആരുടെ കയ്യിലാണ് തോക്കുള്ളത് അവനെ ടാർഗറ്റ് ചെയ്യ്. പിന്നെ അവൻ നേരെ ചൊവ്വേ നടക്കരുത്. കേട്ടില്ലേ നിങ്ങളൊക്കെ? ഗണ്ണുള്ളവനെ ടാർഗറ്റ് ചെയ്യാനാ പറഞ്ഞേ. ഹിറ്റ് ഹാർഡല്ലേ? ഇതെന്താ നാളുകാർ സംസാരിക്കുന്നു? ഇനി നാളുകാർ എന്താണ് ചെയ്യാൻ പോകുന്നത്? ദേ നോക്കിക്കേ, അവന്റെ കൈ ഗണ്ണുണ്ട്. വരൂ. അയ്യോ എന്റെ അമ്മോ, ഇവന്മാരെ ചെയ്ത് എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് സിംഗ സാറിന്റെ നാളികേരൻ ടാർഗറ്റിൽ പോയി വീഴുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇനി നാളികേരൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമോ? ഹലോ ഡോളി, എന്തൊക്കെയുണ്ട് വിശേഷം? ഈ ഡോളി ഇവിടെ എവിടെയെങ്കിലും തന്നെ ഒളിച്ചിരിപ്പുണ്ടാവും. മോട്ടുജി, താങ്കൾ എവിടെയാണ്? ഞാൻ താജ്മഹൽ കാണാൻ ഇറങ്ങിയതാണ്. അത് ഞാനും ഇവിടെ. ഹലോ മോട്ടുജി, നിങ്ങൾ വളരെ നല്ല മനസ്സിനുടമയായ ഒരു വ്യക്തിയാണ്. ഞാൻ നിങ്ങളെ ഒന്ന് നേരിട്ട് കണ്ട് ക്ഷമാപണം നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഹലോ. ഓ, ഫോൺ കട്ടായോ? ഓ, എന്റെ പത്തിലും ഒരു തവണയെങ്കിലും ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കുന്നേ. അവളെ നീ കരയിച്ചല്ലേ വിട്ടത്? അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. ഒന്ന് നിർത്തുന്നുണ്ടോ താൻ? മോട്ടു, നീ ഇവിടെ തന്നെ നിന്നാ മതി. ഞങ്ങൾ ഉടനെ മടങ്ങി വരാം. വരൂ കൂട്ടുകാരെ. ഓരോരുത്തരും പല ദിശയിലേക്ക് പോകൂ. എന്നിട്ട് അവൻ എവിടെയാ നോക്ക്. എന്താണോ? സോറി സാർ, ഞാൻ എന്റെ കൂട്ടുകാരനെ അന്വേഷിക്കുകയായിരുന്നു. സോറി 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 സാർ. ഹലോ ഹലോ, ഈ മോട്ടുജി എന്താ ഫോൺ എടുക്കാത്തെ? ഈ മോട്ടുജി എന്താ ഫോൺ എടുക്കാത്ത മനസ്സിലാവുന്നില്ലല്ലോ. ഒന്നുകൂടെ ഡയൽ ചെയ്യാം. ഇതാ താജ്മഹലും നശിക്കാൻ പോകുന്നു. ഇതെന്താ ഇവൻ ഇവിടെയും വന്നോ? ഈ മോട്ടുജി ഒന്ന് ഫോൺ എടുത്താ മതിയായിരുന്നു. മോട്ടുജി, അങ്ങേ ആരാണ് കെട്ടിയിട്ടിരിക്കുന്നത്? നിൽക്ക്. ഓ മോട്ടുജി, നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണ്. നിങ്ങളുടെ ഹൃദയം എത്ര പരിശുദ്ധമാണ്. നിങ്ങളുടെ കണ്ണുകളിൽ ഇന്നസെൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരോടെങ്കിലും സ്നേഹത്തോടെ തെറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവരത് വേണ്ടെന്ന് വെക്കും. എന്താ സത്യമാണോ? പത്തുലു, തടയൂ അവനെ. അവൻ തന്നെയാണ്. എടാ കള്ള, നീ ഇവിടെയായിരുന്നല്ലേ? നിന്നെയൊക്കെ ഞാൻ ഇപ്പം ശരിയാക്കി. ഞാൻ എന്റെ പുറത്തുനിന്ന് ഇറങ്ങണേ. സോറി, ഞാൻ കാരണമല്ലേ ആ ക്രിമിനൽ രക്ഷപ്പെട്ടു പോയത്. വെരി സോറി. നിങ്ങളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ. എന്തിനാ ഞങ്ങൾ ശല്യപ്പെടുത്തുന്നേ? ഞാനൊരു റിപ്പോർട്ടറാണ്. ഞാൻ ഈ സ്റ്റോറി കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പോകുന്നിടത്തെല്ലാം പിന്നാലെ വരുന്നത്. പ്രായമായ മാതാപിതാക്കളാണ് എനിക്കൊരു സഹോദരിയുണ്ട്. എനിക്ക് അവളുടെ കല്യാണം നടത്തണം. എനിക്കൊരു സഹോദരനുണ്ട്, അവനെ പഠിപ്പിക്കണം. ഞാൻ ഈ സ്റ്റോറി കവർ ചെയ്ത് അയച്ചില്ലെങ്കിൽ എന്നെ അവർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. നമുക്ക് ഇവിടെ നമുക്ക് നമ്മുടെ കൂടെ കൂട്ടാം.
ഇവിടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലടാ. ഓ എന്റെ പൊന്നു മോട്ടു, സങ്കടം എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചാ പോരെ, അപ്പൊ തന്നെ കരയുന്നവനല്ലേ നീ. പിന്നെ നിന്നോട് പറയുന്നത് മനസ്സിലാക്കിക്കോ, ഇനി ഞങ്ങളുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്താനാ ഭാവമെങ്കിൽ വെറുതെ വിടില്ലേ ഞങ്ങള്. താങ്ക് യു സാർ. നിങ്ങളാണ് താജ്മഹലിനെ രക്ഷിച്ചത്. പോലീസ് ഫോഴ്സ് അവരുടെ പുറകെ തന്നെ ഉണ്ട്. എത്രയും എളുപ്പം തന്നെ അവരെ പിടിച്ചിരിക്കും. മോട്ടു പത്ലുവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കൂടി താജ്മഹൽ ഡിസ്ട്രോയിഡ് ആകാതെ തടഞ്ഞിരിക്കുകയാണ്. രാജ്യം മുഴുവൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ബാബ ഗിറ്റാർ ഇപ്പോഴും പുറത്തു വിലസുകയാണ്. ബാബ ഗിറ്റാറിനെ കണ്ടുപിടിക്കുന്നതിനായി നഗരം മുഴുവൻ പോലീസ് വല വീശിയിരിക്കുകയാണ്. രക്ഷപ്പെടുത്താനുള്ള മോട്ടു പത്ലുവിന്റെ ഈ നീക്കത്തിൽ രോഷാകുലനായി ഡേഞ്ചർ ഡി മറ്റൊരു വീഡിയോ അയച്ചിരിക്കുകയാണ്. എന്തൊക്കെ രക്ഷിക്കും നിങ്ങള്? എത്ര നേരം നിങ്ങൾ ഇങ്ങനെ രക്ഷിച്ചു പിടിക്കും മോട്ടു പത്ലു? നിങ്ങളെ കൊണ്ട് ഞങ്ങളെ തടയാൻ സാധിക്കില്ല. എത്രയും പെട്ടെന്ന് ഡോക്ടർ ഡാങ്സിനെ മോചിപ്പിക്കുകയും 100 കോടി രൂപയും അതുപോലെ തന്നെ ഒരു പ്ലെയിനും തന്നില്ല എങ്കിൽ ഇവിടെ വലിയ സ്ഫോടനങ്ങൾ നടക്കും. ലോകം മുഴുവനും ഞെട്ടിവിറയ്ക്കും. 14 മണിക്കൂറേ ഇനിയും ബാക്കിയുള്ളൂ. ഇതിനർത്ഥം എന്താണ്? നമ്മുടെ പക്കൽ ഇനി നാളെ വരെയുള്ള സമയമേ ബാക്കിയുള്ളൂ. ഇന്ന് രാത്രി തന്നെ കണ്ടുപിടിച്ചേ മതിയാവൂ അവൻ അടുത്തതായി സ്ഫോടനം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏതാണെന്ന്. അതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരൊറ്റ ക്ലൂ പോലും ഇല്ലല്ലോ. 20 രാജ്യങ്ങളിലെ ലീഡേഴ്സ് നാളെ മുംബൈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ വരുന്നുണ്ട്. ഈ സീക്രട്ട് വെപ്പന്റെ പ്രസന്റേഷൻ നാളെ എനിക്ക് അവിടെ വെച്ച് നടത്താനുള്ളതാണ്. ഞാൻ ഇനി എന്തൊട്ടെടുത്ത് പ്രസന്റ് ചെയ്യുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല. 20 രാജ്യങ്ങളുടെ തലവന്മാര് മുംബൈയിലേക്ക് വരുന്നുണ്ടെന്നോ? മുംബൈ അവൻ തീർച്ചയായിട്ടും മുംബൈയിലേക്കായിരിക്കും പോയിരിക്കുക. അവിടെയാണ് വേൾഡ് ലീഡേഴ്സ് എല്ലാവരും വരുന്നത്. അവൻ ഭീഷണിപ്പെടുത്തിയപ്പോ പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയില്ലേ? ഈ ലോകം മുഴുവൻ ഇളക്കി മറിച്ച് വെക്കുമെന്ന്. അപ്പോൾ ആ ലീഡേഴ്സ് എല്ലാം മരിക്കുകയാണെങ്കിൽ സത്യമായി ലോകം ഇളകി മറിയാതിരിക്കില്ല. അവന്മാർക്ക് മുംബൈയിലേക്ക് എത്താനൊന്നും പറ്റില്ല. റോഡും എയർപോർട്ടും ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ടൈറ്റ് സെക്യൂരിറ്റിയാ. ഇനി പ്രൈവറ്റ് പ്ലെയിനിൽ പോയാലും എയർപോർട്ടിൽ നിന്ന് അവരെ പൊക്കും. പക്ഷെ അവന് വേണമെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യാലോ. ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ഇപ്പൊ ഓടുന്നുണ്ട്. ഒരു ഒറ്റ രാത്രി കൊണ്ട് ആഗ്രയിൽ നിന്ന് മുംബൈ വരെ എത്തുന്ന ഒരു ട്രെയിനാണത്. ആ ട്രെയിൻ ഇപ്പൊ യാത്ര തിരിച്ചു കാണും. ഡോക്ടർ സുബി, നിങ്ങൾ എത്രയും പെട്ടെന്ന് മുംബൈ പോലീസിനെ അലേർട്ട് ചെയ്യണം. എന്നിട്ട് അടുത്ത ഫ്ലൈറ്റിന് തന്നെ മുംബൈയിലേക്ക് എത്തുകയും വേണം. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാനുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഡോക്ടർ ഝട്കയുടെ സഹായത്തോടെ ചില നീക്കങ്ങൾ നടത്താനുണ്ട്. മാത്രമല്ല ഇൻസ്പെക്ടർ തായ്ക്കൊണ്ടയുടെ സഹായത്തോടെ അടുത്ത പ്ലാനുകൾ ആക്ടിവേറ്റ് ചെയ്യുകയും. നടക്കൂ. ഇതാണ് ഇനി നിന്റെ വീട്. ജീവിതകാലം മുഴുവനും ഇവിടെ തന്നെ അങ്ങനെ നടക്കാം. എത്രയും പെട്ടെന്ന് ഭക്ഷണം കൊണ്ടുവരൂ. അറിയില്ലല്ലോ നിങ്ങൾക്കിനി എനിക്ക് ഭക്ഷണം തരാനുള്ള ഭാഗ്യമുണ്ടോന്ന്. നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? ഈ ജയിൽ കണ്ടിട്ട് നിനക്കെന്താ തോന്നുന്നേ? ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണോ? ഇനി അഥവാ ഈ മതിൽ പൊളിച്ച് പുറത്തിറങ്ങിയാലും ഈ ഐലൻഡിൽ നിന്ന് എങ്ങനെയാ രക്ഷപ്പെടുന്നതെന്നൊന്ന് പറഞ്ഞു തന്നേ. ഞാൻ ഇന്ന് വരെ 24 മണിക്കൂറിൽ കൂടുതൽ ഒരു ജയിലിലും കിടന്നിട്ടില്ല. അഥവാ കിടക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ഇഷ്ടപ്രകാരം കിടക്കുന്നതാണ്. ഭക്ഷണം ഇഷ്ടപ്പെട്ടാൽ ഞാൻ കൂടുതൽ നാൾ കിടക്കാറുണ്ട്. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ ഞാൻ കിടന്നോളയും. ഉടനെ തന്നെ രക്ഷപ്പെട്ടു പോകുമെന്നോ? അതെങ്ങനെയാ നിനക്കത് സാധിക്കുന്നത്? ഞാൻ ആ കാര്യമൊക്കെ എന്തിനാ തന്നോട് പറയുന്നേ? ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തിറങ്ങാൻ നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് 100 കോടി രൂപ സമ്മാനമായി തരുന്നതാണ്. എന്താ 100 കോടി രൂപ തരാമെന്നോ? ഐഡിയ തീരെ മോശമൊന്നുമല്ല. പക്ഷെ നീ ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തു പോയതിനു ശേഷം 100 കോടി രൂപ തരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാലോ? ഞാൻ കുറ്റവാളിയൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ അഭിമാനമുള്ള കുറ്റവാളിയാണ്. പറയൂ, സമ്മതമാണോ? സമ്മതിച്ചിരിക്കുന്നു. പിടിച്ചോ. അല്ല, ഇതെന്താ? ഇന്നിവിടെ മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ 20 രാജ്യങ്ങളുടെ തലവന്മാരെത്തുകയാണ്. അവരുടെ മുന്നിൽ നമ്മുടെ വേൾഡ് ഫേമസ് സയന്റിസ്റ്റ് ഡോക്ടർ സുബ്ബു വെപ്പൺ പ്രസന്റേഷൻ നടത്തുന്നതായിരിക്കും. ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്ന ലീഡേഴ്സിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്.
ഇത്തവണ നിങ്ങൾക്ക് ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാരെയും ഞാൻ തീർത്തിരിക്കും, അതും ഗിറ്റാർ വായിച്ചുകൊണ്ട്. വേഗം വരൂ. അവര് രക്ഷപ്പെടുകയാണ്. എല്ലാവരും അലോട്ട് ചെയ്യൂ. വരൂ, രക്ഷപ്പെടാം. നിക്കണ അവിടെ. രണ്ടുപേരും ഒരടി അനങ്ങരുത്. രണ്ടുപേരും കൈകൊണ്ട് എന്ന പിടിച്ചോ. നമുക്ക് പോകാം. നോട്ട് ബാഡ്. അല്ല സുഹൃത്ത്, നിനക്ക് ഇത്രയും ഉയരത്തിൽ എങ്ങനെയാണ് ചാടാൻ സാധിക്കുന്നത്? അത് ഡോക്ടർ ഷട്കേടൻ കാറ്റിന്റെ ഗുണമാണ്. അല്ല സുഹൃത്ത്, എന്നോട് എന്തെങ്കിലും ഒന്ന് പറയൂ. അതൊക്കെ എന്തിനാണ് തന്നോട് പറയുന്നേ? ഇന്നാ തന്റെ ആൾക്കാരോട് വിളിച്ചിട്ട് പറ, നീ രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയെന്നു. കുറ്റവാളികൾ രക്ഷപ്പെടുകയാണ്, രക്ഷപ്പെടുകയാണ്. കോസ്റ്റ് ഗാർഡിനെ വിളിക്കൂ, പോലീസിനെ വിളിക്കൂ. ഇനി 1 മണിക്കൂറേ ബാക്കിയുള്ളൂ. പക്ഷേ ഇതുവരെ മോട്ടു ഫോണും വന്നിട്ടില്ല. ബാബ ഗിറ്റാർ എവിടെയാണെന്ന് മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല. മോട്ടുവിന്റെ ട്രാക്കർ. ഓ, ഇപ്പൊ എനിക്ക് മനസ്സിലായി മോട്ടുവിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ഈ റെഡ് കളർ ബ്ലിങ്ക് ചെയ്യുന്ന കണ്ടില്ലേ മക്കളെ, അതാണ് മോട്ടുവിന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ. ഇത് കണ്ടോ? ഇനി 30 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. നിർത്തൂ. ഡോക്ടർ ഡാങ്സ് ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു. എങ്ങനെ, എപ്പോ? അദ്ദേഹം ആ കാര്യം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫയർ ചെയ്യണ്ട. അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലോകത്തെ മുഴുവനും നമ്മുടെ ശത്രുക്കളാക്കി മാറ്റുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. യെസ്, നമ്മുടെ പ്ലാൻ അനുസരിച്ച് മോട്ടു ഡോക്ടർ ഡാങ്സിനെ മോചിതനാക്കി ആ സൂപ്പർ ധമാക്ക ഇല്ലാതാക്കിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ആ ഗൺ അവരുടെ പക്കൽ തന്നെയുണ്ട്. ഇനി മോട്ടു ഇങ്ങോട്ടൊന്ന് എത്തിയാ മതി. നമ്മുടെ മോട്ടു ഇവിടെ അടുത്ത് എവിടെയോ തന്നെ ഉണ്ട് മക്കളെ. ഹേ മോട്ടു, നീ എവിടെയാണ്? നിൽക്കുന്നതാ എന്റെ സുഹൃത്തുക്കൾ. വേഗം അയ്യോ, ബോട്ട് വരുന്നു. നിങ്ങൾ രക്ഷപ്പെട്ടോ? ഇനി നിങ്ങളുടെ കള്ളത്തരം ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്റെ ഡ്രസ്സിൽ ട്രാൻസ്മിറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ പത്തിലു പോലീസുമായിട്ട് ഇവിടെ എത്തിയിരിക്കും. നിങ്ങളെ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ഞങ്ങളുടെ പുറകെ. മോട്ടു പത്തിലൂടെ ജോഡിയെ തോൽപ്പിക്കുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ്. ഈ ഡയലോഗ് നീ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നിനക്കറിയാവുന്നതല്ലേ, കുത്തുബ് മിനാർ ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. നീ എന്തിനാ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നേ? അല്ല, ഇന്നലെ ഞങ്ങൾ കുത്തുബ് മിനാർ റീകൺസ്ട്രക്ട് ചെയ്തായിരുന്നേ. എങ്ങനെ? ഡോക്ടർ ജക്ക, ആ പാർട്ടിക്കിൾസ് മോട്ടുവിന്റെ വസ്ത്രത്തിൽ തീർച്ചയായും പറ്റിപ്പിടിച്ചിരിപ്പുണ്ടാവും. ഓർമ്മയില്ലേ, മോട്ടു ആ പാർട്ടിക്കിൾസിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയായിരുന്നില്ലേ? എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ആ കുത്തബ് മിനാർ അങ്ങ് റീകൺസ്ട്രക്ട് ചെയ്തേക്കാം. മോട്ടു, നീ ഇങ്ങോട്ടും നീങ്ങി നിന്നേ, നോക്കട്ടെ. ഇനി കാര്യങ്ങൾ വളരെ ഈസിയാണ്.
അത് പിന്നെ നിങ്ങളുടെ ഈ കളത്തിലൊക്കെ നേരത്തെ തന്നെ ഇല്ലാണ്ടായി തീർന്നേനെ. ആ പാവ സുന്ദരിയായ ഡോളി ഇടയ്ക്കിടയ്ക്ക് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പണ്ടേ തന്നെ അകത്തായേനെ. അവളോട് സംസാരിച്ചോണ്ട് നിന്നപ്പോഴാ പലപ്പോഴും പാപ കിട്ടാൻ രക്ഷപ്പെട്ടു പോയത്. പാവം സുന്ദരിയായ ഡോളി. നീ ഒരു പാവം തന്നെയാണ് മോട്ടു. പത്തിലൂന്ന് കാര്യങ്ങൾ മനസ്സിലായിരുന്നു, പക്ഷെ നിനക്കിപ്പോഴും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. ഡോളി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിനക്ക് കാണണോ? കണ്ടോളൂ. ഞാൻ തന്നെയായിരുന്നത് ഡേഞ്ചറസ് ഡോളി. ഡേഞ്ചറസ് ഡി. നീയാണോ ഡേഞ്ചറസ് ഡി? എനിക്കറിയായിരുന്നു നിങ്ങളെല്ലാവരും ബാബയുടെ പുറകെ തന്നെ പോകുമെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ കൂടിയത്. എന്നാലല്ലേ എനിക്ക് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിക്കൂ. എന്താ? ഡോളി, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ പെൺപിള്ളാരെ ഒരിക്കലും തല്ലാറില്ല. നീ ആ സൈഡിലോട്ട് മാറി നിൽക്ക്. ഏയ്, ഞാൻ ഡേഞ്ചർ ഡി ആണ്, ഡേഞ്ചർ ഡി. എല്ലാം മനസ്സിലായി, അവിടെ ഇരിക്കെ. പിടിച്ചു കെട്ടിവന്. നീ ഒരു ചെറുവിരലെങ്കിലും അനക്കിയാൽ ആ ലോക നേതാക്കന്മാരെ എല്ലാവരെയും ഞാൻ ആ നിമിഷം തന്നെ ഇല്ലാതാക്കും. വേണ്ട വേണ്ട വേണ്ട, അവരെ ഒന്നും ചെയ്യരുത്, പ്ലീസ് പ്ലീസ്. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങോട്ട് തള. ഇവന്മാരൊക്കെ ഏതാ? എങ്ങനെ ഉണ്ടായിരുന്നു മോട്ടു? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ വന്നല്ലോ, ഇനി എനിക്കൊരു കുഴപ്പമില്ല. എന്നാ വാ, ഇനി നമുക്ക് മോട്ടു പത്തുലുവിന്റെ യഥാർത്ഥ ശക്തി എന്തെന്ന് കാണിച്ചു കൊടുക്കാം. ബൈ ദ ബൈ പത്തുലു, മീറ്റ് മിസ് ഡോളി, ഡേഞ്ചറസ് ഡി. ഹായ് പത്തുലു ജി. എന്ത്? എനിക്ക് നേരത്തെ തന്നെ ഈ സ്ത്രീയെ നല്ല സംശയം ഉണ്ടായിരുന്നു. നിന്നോടല്ലേ പറഞ്ഞ അവിടെ കുത്തിയിരിക്കണേ ഡിയടി. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പെമ്പിള്ളാരുടെ ദേഹത്ത് ഞാൻ കൈവെക്കാറില്ലെന്ന്. നീ എത്ര വേണേലും എന്നെ തല്ലിക്കോ, പക്ഷെ ഞാനിവിടെ പാറ പോലെ അനങ്ങാതെ നിൽക്കും. ഏയ്, നീ ഇതെങ്ങോട്ടാ എന്നെ തല്ലിക്കൊണ്ട് പോകുന്നേ? അത് ശരി, നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാകില്ലേ ഡിഡി? എന്നാ നീ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. ഏപ്രിൽ ഫുൾ ആക്കിയല്ലോ. എല്ലാവരുടെയും കാര്യത്തിലോട്ട് തീരുമാനമാക്കി തരാം ഞാൻ. എല്ലാം ജയിലിലോട്ട് കയറിക്കോ. നിന്നെയൊക്കെ അവിടെ ഞാൻ കൊണ്ടുപോയിട്ട് നന്നായിട്ടൊന്ന് പെരുമാറുന്നുണ്ട്. അവസാനം ഇവരെല്ലാവരെയും നിങ്ങൾ പിടിച്ചു അല്ലേ? അതും ബാക്കിയുള്ള 3 കാരേജോട് കൂടി തന്നെ. അങ്ങനെ ഇതോടുകൂടി ഈ സർവൈലൻസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്സ് കേട്ടോ ഡോക്ടർ ജഡ്ക. പിന്നെ താങ്ക് യു മോട്ടു പത്ലു. നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് നമ്മുടെ രാജ്യത്തിന് വലിയൊരു കാര്യമാണ് ചെയ്തു തന്നിരിക്കുന്നത്. ഞാൻ ഗവൺമെന്റ് ആയിട്ടൊന്ന് സംസാരിക്കട്ടെ. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ അവാർഡ് നൽകി നിങ്ങൾ ആദരിക്കാൻ പറയാം. അത് പിന്നെ നമ്മൾ കഴിഞ്ഞ 24 മണിക്കൂർ ഇവിടെ കിടന്ന് ഓട്ടിക്കൊണ്ടിരിക്കല്ലായിരുന്നോ? വരൂ, നമുക്കിനി പോയി നല്ല ചൂടുള്ള സമൂസ വാങ്ങിക്കഴിക്കാം. Watch India's largest kids library only on Jio Hotstar. Download the app now.